ഹായ് എവരിവൺ. ഗോവയിലുള്ള ബ്രഹ്മോ ബോം തെര വെർദെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ആ, ഇവിടെ കാണുന്നത് പാർക്കിംഗ് ഏരിയ ആണ്. വണ്ടിയായിട്ട് വരുമ്പോൾ കാറായാലും ബൈക്കായാലും പാർക്ക് ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇനി റിസോർട്ടിന് മുന്നിലുള്ള റോഡ് നോക്കുവാണെങ്കിൽ വലതുവശത്തേക്ക് പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പിന്നെ ഇടതുവശത്തേക്കുള്ള റോഡ് പോവുകയാണെങ്കിൽ അത് കാലങ്കോട്ട് ബീച്ചിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ റിസോർട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പോയ ഇത് റിസപ്ഷൻ ഏരിയ ആണ്. ആദ്യമായിട്ട് വരുമ്പം ലഗേജ് നിങ്ങളുടെ വണ്ടിയിൽ തന്നെ വെച്ചാൽ മതി. കാരണം അവിടെ ട്രോളി ഉണ്ട്. ആ ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും ബാഗിൽ അതിനകത്ത് വെച്ച് റൂം വരെ കൊണ്ടുപോകാൻ. റിസപ്ഷനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു റൂമിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരുടെ ID കാർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ആധാറോ അഡ്രസ്സുള്ള ID കാർഡ്, വോട്ടേഴ്സ് ID മതി. പാൻ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അതിൽ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. നമുക്ക് മിനറൽ വാട്ടർ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് മിനറൽ വാട്ടർ, പ്യൂരിഫൈഡ് വാട്ടർ അതിനകത്ത് ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ റിസോർട്ടിൻ്റെ റിസപ്ഷൻ കഴിഞ്ഞ് അകത്തേക്ക് പോവാണ് ഈ വഴിയിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇടത് ഭാഗത്ത് ഒരു പൂളുണ്ട്. പിന്നെ മുന്നിൽ കാണുന്നത് ഡീലക്സ് റൂമുകളാണ്. ഒരു 2 ടൈപ്പ് റൂമുണ്ട്. ഡീലക്സും ഉണ്ട്, കോട്ടേജും ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീലക്സ് റൂമിൻ്റെ ബിൽഡിംഗ് ആണ്. അത് 2 ബിൽഡിംഗ് ഉണ്ട്. ഇതിലിപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നത് മെഡോ, അതായത് ഈ എന്താ വയലൊക്കെ വ്യൂ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. മറ്റേ സൈഡിൽ കണ്ടത് ലേക്ക് വ്യൂ ഉള്ള ഡീലക്സ് റൂമുകളാണ്. ഇപ്പം ഞാൻ പോകുന്നത് മെഡോ വ്യൂ ഉള്ള ഡീലക്സ് റൂമിൻ്റെ ബിൽഡിങ്ങിലേക്കാണ്. ഇതിനകത്ത് പോകുമ്പം ഇവിടെ നമ്മൾ ലഗേജുമായിട്ട് വരുമ്പം തന്നെ ആദ്യം ലിഫ്റ്റ് ഉണ്ട്. നമ്മുടെ വലതുഭാഗത്ത് ഇവിടെ ലിഫ്റ്റ് അവൈലബിൾ ആണ്. പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റെയർസും ഉണ്ട്. ഇവിടെയാണ് ഡീലക്സ് റൂമുകളുള്ളത്. ഇത് മെഡോ വ്യൂ ഉള്ളതാണ്. ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെയും വ്യൂ കിട്ടും. പിന്നെ ഒരു റൂമിന് ഏകദേശം ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ 2500-800 രൂപ റേഞ്ചിലായിരുന്നു ഡീലക്സ് റൂമുകളുടെ റേറ്റ്. പക്ഷെ വളരെ നല്ല റൂമാണ്. വളരെ നീറ്റായിട്ടാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ റൂമൊന്ന് കാണിക്കാം. ഇതാണ് റൂം. നമുക്ക് കീ ഉണ്ടാവും. ആ കീ ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഓൺ ആവും. പിന്നെ AC ഇൻസ്റ്റാൾഡ് ആണ്. ഡൈക്കിൻ്റെ AC ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തൊരു റെഫ്രിജറേറ്റർ ഉണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് 2 വാട്ടർ ബോട്ടിൽസ്, മിനറൽ വാട്ടർ ബോട്ടിൽസ് ഡെയിലി 2 ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ ടീ കോഫി പൗഡേഴ്സ് ഉണ്ട്. പിന്നെ വാട്ടർ ഹീറ്റർ കെറ്റിലുണ്ട്, നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ. പിന്നെ അത് കുടിക്കാനുള്ള കപ്പും പിന്നെ അല്ലാത്ത നമ്മുടെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയുള്ള സൗകര്യം റീഡിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ വാർഡ്രോബ്സ് ഉണ്ട്. പിന്നെ ഒരു ഡബിൾ ബെഡുണ്ട്. പിന്നുള്ളത് TV ആണ്. TVക്കകത്ത് നമുക്ക് ചാനൽസ് കാണാൻ പറ്റും. പിന്നെ അതിനകത്ത് യൂട്യൂബ് നെറ്റ് കണക്റ്റഡ് ആണ്. TV യിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്, അത് വെച്ച് കാണാം. പിന്നെ നമുക്കിതിനകത്ത് സൗകര്യം, ഇതിൻ്റെ സൈഡിലൊരു ചെറിയൊരു ചെയർ കൊടുത്തിട്ടുണ്ട്. ആ ചെയറിൻ്റെ താഴ്ഭാഗം പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇത് വാർഡ്രോബ്സ് ആണ്. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് റൂം വെച്ചേക്കുന്നത്. നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഇൻ ടൈം 2 മണിയാണ്. പക്ഷേ ഏർലി ചെക്ക് ഇൻ ടൈം മാക്സിമം ഒരു 1:30 ഒക്കെ അവർ അലോ ചെയ്യത്തുള്ളൂ. അതിന് മുന്നേ ചെയ്യാറില്ല. പിന്നെ ഈ റൂം ക്ലീൻ ചെയ്യാൻ വരുന്നത് ഒരു ആഫ്റ്റർനൂൺ 2 to 4 PM ആണ് ഒരു റൂം ക്ലീൻ ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അവർ ക്ലീൻ ചെയ്യത്തില്ല. നമുക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പുകളൊക്കെ റൂമിൽ നമ്മൾ വെക്കുവാണെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചത്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും, അതായത് അമ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഈ ബാൽക്കണി, എല്ലാ റൂമിലും ബാൽക്കണീസ് ഉണ്ട്. ബാൽക്കണി പിന്നെ ഈ സ്റ്റോറേജ് ആവശ്യത്തിനുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നതാണ് ആ ഒരു ചെയർ. ആ ചെയറിൻ്റെ താഴെ നമുക്ക് പുള്ളി ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നമുക്ക് ഈ ബെഡ് കണ്ടോ ഇങ്ങനെ മടക്കി അവർ വെച്ചേക്കുന്നത്. നമുക്കതിനെ നിവർത്തിയിട്ടാൽ ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനിങ്ങനെ പുള്ളി ചെയ്താൽ അതിങ്ങനെ എക്സ്റ്റെൻഡായി വരേണ്ടതാണ്. പക്ഷേ എനിക്ക് ഒരു കൈ കൊണ്ട് അത് വരുന്നില്ല. ഇച്ചിരി സ്റ്റക്കായിരിക്കും വരുന്നത്.
ഓക്കെ. അത് എന്തോ അതിൻ്റെ ഹിഞ്ചസ് സ്റ്റക്കായിരിക്കുകയാണ്. നമ്മുടെ ചാർജിങ് ബോർഡ്സ് അവൈലബിൾ ആണ്. ബെഡ് സൈഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ്. ഇനി ബാൽക്കണിയാണുള്ളത്. ഇത് മെഡോ വ്യൂ ഉള്ള ഡീലക്സ് റൂമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെഡോ വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു സ്മോക്കിംഗ് കോർണറുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ റോഡിലേക്കുള്ള വ്യൂവും മെഡോസിൻ്റെ വ്യൂ ആണുള്ളത്. അതും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഗോവയിൽ നമുക്ക് അത്യാവശ്യം ബീച്ചിലൊക്കെ പോകാൻ ഇടാനുള്ള ഔട്ട്ഫിറ്റ്സ് എല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ ഇതിന് ഇവിടെ തന്നെ. അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു തുണിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, അതൊരു ഡ്രസ്സ് വിൽക്കുന്ന കടയാണ്. പിന്നെ ഈ ബാൽക്കണി തന്നെ നമുക്ക് ഡ്രസ്സ് ഡ്രൈ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഡ്രൈ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോകാം. പിന്നെ ഒരു ചെറിയ ടേബിളും ചെയറും ഒക്കെ അവൈലബിൾ ആണ്. ഈ ബാൽക്കണിയുടെ ഗ്ലാസ് പാർട്ടീഷൻ നമുക്ക് ഫുള്ള് തുറക്കാൻ പറ്റും സൈഡിലേക്ക്. ഞാൻ ആദ്യമായിട്ട് ഈ റൂമിൽ വരുമ്പോൾ AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നമ്പർ 9 ആ ലാൻഡ് ഫോണിൽ നിന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ വന്നത് ശരിയാക്കി തന്നു. അത് പിന്നെ ഇതാണ് ബാത്റൂം. ബാത്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാത്റൂമിനകത്ത് ഒരു ഫാനുണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് വെറ്റ് ഫ്ലോർ ആണെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടവൽസ് അവർ തരും. ഷാംപൂ, സോപ്പ് ഒക്കെ അവർ അതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബാത്റൂംസ്. ഹാൻഡ് വാഷ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ക്ലോത്തൊക്കെ അവർ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂള് കാണാം. ഇതാണ് ആ ഡീലക്സ് റൂമിൻ്റെ മെഡോ വ്യൂ ഉള്ള ബിൽഡിങ്ങിൻ്റെ വ്യൂ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് ഈ പ്ലേസ്. ഫാമിലീസ് ആയിട്ട് വരുവാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളാണ് വലതു ഭാഗത്ത് കാണുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഷവർ ചെയ്യാനുള്ള ഒരു ഷവറും അവൈലബിൾ ആണ്. നമ്മുടെ മേത്ത് ബീച്ചിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ മണലോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂളിനകത്ത് വീഴാതിരിക്കാൻ നമുക്ക് ഷവർ ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഷവറുണ്ട്. കാല് കഴുകാനും ഒക്കെ ടാപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട്. നമ്മുടെ ഈ ചെയർസ് ഇട്ടിരിക്കുന്നതിന് അവസാനത്തായിട്ടൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട്. ഇനി ഇവിടെ നമ്മുടെ ടീഷർട്ടൊന്നും അലൗഡ് അല്ല. ഇങ്ങനത്തെ സ്വിമ്മിങ് ഡ്രസ്സ് വേണം ഇടാൻ. നമ്മൾ നോർമൽ ടീഷർട്ട് ഷർട്ടൊന്നും ഇട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ മോർണിംഗ്സ് 9 to ഈവനിങ് 6 AM വരെ സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ടാവും ഈ പൂളിൻ്റെ അടുത്ത്. നമുക്ക് ടവലൊക്കെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ടവൽ വേണമെങ്കിൽ അയാളോട് പറഞ്ഞാൽ ടവൽ അവർ തരും. പൂള് ഭയങ്കര ഡീപ്പ് പൂളൊന്നുമല്ല, കുട്ടികൾക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ ഒരു 300 രൂപ കൊടുത്താൽ കുട്ടികൾക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് കിട്ടും. എയർ കാറ്റ് ഊതിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജാക്കറ്റ് പോലത്തെ കുട്ടികൾക്കുള്ള ഇവിടെ കിട്ടും. 300 രൂപയോളമാണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ അതുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇറങ്ങാം. ഭയങ്കര ഡീപ്പല്ല, എല്ലായിടത്തും ഒരേ ഡീപ്പ് ഡെപ്താണ്. നോർമൽ സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ പോലെ ഒരു സ്ഥലത്ത് ഭയങ്കര ഡീപ്പ്, ഒരു സ്ഥലത്ത് ഷാലോ, അങ്ങനെയല്ല. പിന്നെ ഇവിടെ ഇതിന് ചുറ്റും ഒരു 12 ഏക്കർ സ്ഥലത്താണ് ഈ മൊത്തത്തിൽ ഈ റിസോർട്ട് ഉള്ളത്. ഇവിടെ 2 ടൈപ്പ് റൂമാണ്. ഈ ഡീലക്സും പിന്നെ കോട്ടേജസ് ഉണ്ട്. ഈ റിസോർട്ടിൻ്റെ നടുക്ക് കുറേ കനാൽസ് കാണാം. നമുക്ക് കണ്ട കായൽ പോലെ, കേരളത്തിലെ കായൽ പോലെ തോന്നുന്ന കനാൽസാണ്. അതിൻ്റെ ഇരുവശത്തും കോട്ടേജസ് ആണ്. വുഡൻ കോട്ടേജസും അല്ലാത്ത കോട്ടേജസും ഉണ്ട്. ആ ഓരോ കോട്ടേജസിൻ്റെയും ഇടയിൽ നമുക്ക് ലോണും ഒക്കെയുണ്ട്. ഇതൊരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ ആണ്. ഇതിനടുത്തൊരു കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഒരു സ്വിങ്ങും പിന്നെ ഒരു സ്ലൈഡും അങ്ങനത്തെ ഒരു സാധനം മാത്രമാണ് ഉള്ളത്. പക്ഷേ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലമാണ്. ലോണുണ്ട്.
ഫാമിലിയായിട്ട് വരുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. നമുക്ക് ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ. നമുക്ക് നടക്കാനും കാണാനും ഒക്കെ ആയിട്ട് തന്നെ ഈ റിസോർട്ടിനകത്ത് 12 ഏക്കറോളം ഉള്ള റിസോർട്ടാണ്. പിന്നെ ഇതിനകത്ത് വാട്ടർ ബോഡീസ് ഉണ്ട്, കായൽ. ഈ കായലുമായിട്ട് ഇവിടുത്തെ ഈ പൂളും ഈ കനാൽസും ഒക്കെ കണക്റ്റഡ് ആണ്. അതായത് ഈ കടലിലെ വെള്ളം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഇവിടത്തെയും വാട്ടർ ലെവൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിനുള്ള ഇതൊന്നും ഇവിടെ തരത്തില്ല. നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഫിഷിംഗ് റോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയയും. പിന്നെ ഇവിടെ ഫുഡില്ല. അതായത് ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഓർഡർ ചെയ്യാം. ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ. അവർ നമ്മുടെ റിസപ്ഷനിൽ തന്നെ ഡെലിവറി ചെയ്യും. പുറത്ത് പോയി മേടിച്ചാൽ മതി. പിന്നെ അടുത്ത് തന്നെ ഈ റിസോർട്ടിനടുത്ത് തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ് നമുക്ക് പോയി കഴിക്കാനായാലും. പിന്നെ ഇതിൻ്റെ പുറകു ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ഇരിക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും ഒക്കെ പറ്റിയ വളരെ വലിയൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ലേക്കാണ്, നല്ല ലേക്ക് വ്യൂ ആണ്. സാധാരണ റിസോർട്ടിലൊന്നും ഇത്രയും സ്പേസ് കാണാറില്ല. പക്ഷേ ഇത് വളരെ വലിയൊരു സ്പേസ് ഉണ്ട്. വലിയ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള. ഇതിന് അവസാനത്തെ ഒരു വാട്ടർ ഫൗണ്ടൻ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസും ഉണ്ട്. ഈ റിസോർട്ട് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെയൊക്കെ എത്തുകയാണെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിട്ടയറിങ് റൂംസ് ഉണ്ട്. ഒരു റൂമിന് 700 രൂപയോളമാണ്. പക്ഷെ ബാത്റൂം ഒന്നും നീറ്റ് ആയിരിക്കില്ല. അവിടെ റൂം എടുത്തു കഴിഞ്ഞ് ചെക്ക് ഇൻ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. പിന്നെ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴിയിൽ നവതാര എന്ന് പറഞ്ഞ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരുവിധം നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ഒരുവിധം നല്ല റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് നിങ്ങൾക്ക് കാർ റെൻ്റ് എടുക്കുകയാണെങ്കിൽ അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും. കാർ റെൻ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഒരു ബലീനോ കാർ പെട്രോൾ മാനുവലിലാണെങ്കിൽ ഒരു ദിവസം 1300 രൂപയൊക്കെയാണ് ചാർജ്. പെട്രോൾ ഉണ്ടാവില്ല. പെട്രോൾ നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. ഒരു ദിവസത്തേക്ക് 1300 രൂപയാണ്. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ടാവും. സ്കൂട്ടറാണ് നിങ്ങൾ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ ഈ റിസോർട്ടിൽ തന്നെ സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പഴയ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ 300 രൂപയും പിന്നെ പുതിയ സ്കൂട്ടറാണെങ്കിൽ അതായത് യമഹയുടെ ഫാസിനോ അങ്ങനത്തെ മൈലേജ് കൂടിയ മോഡലാണെങ്കിൽ അതിന് 500 രൂപയാണ്. പക്ഷേ നമ്മുടെ റിസോർട്ടിലായതുകൊണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന കാരണം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണ്ട. ഇവിടെ ഒരു വാഷ് ഏരിയ. ഇനി ഈ കോട്ടേജസിലേക്കുള്ള വഴികളിലാണ്. ഒത്തിരി കോട്ടേജസ് ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ സ്ഥലം. ഒരു ബ്രിഡ്ജും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഒരു ലേക്കിൻ്റെ സൈഡിലുള്ള വീട് പോലെ ആയിരിക്കുന്നത്. ഓരോ കോട്ടേജിൻ്റെയും കുറച്ച് ഏരിയാസ് ഉണ്ടാവും. അവർക്ക് തന്നെ ഒരു ചെറിയ ലോണും അവിടെ സിറ്റിംഗ് ഏരിയയൊക്കെ ഓരോരോ കോട്ടേജിനും ഉണ്ടാവും. കോട്ടേജിനകത്തും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അതായത് ഇതുപോലെ ചെയർസ് ഉണ്ട്, ടേബിളുണ്ട് പുറത്ത് നമുക്ക് ഇരിക്കാൻ. പിന്നെ അകത്ത് AC, വാട്ടർ ഹീറ്റേഴ്സ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള കോട്ടേജസ് ആണ്. ഇതുപോലെ ഏക്കറുകളോളം ഇങ്ങനെ വിസ്താരത്തിലാണ് ഈ കോട്ടേജസ് ഉള്ളത്. ഈ റിസോർട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ ബാഗ ബീച്ചിലേക്ക്. ബാഗ ബീച്ചിൽ ഈവനിങ് നിറയെ പബ്ബുകളും ഒത്തിരി നൈറ്റ് ലൈഫുള്ള സ്ഥലമാണ് ബാഗ ബീച്ച്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നടന്നു പോവാം. ഈ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വലത്തേക്കുള്ള റോഡിലേക്ക് വേണം
തിരിയാൻ. ഇടത്തേക്ക് കുറച്ച് പോയിട്ട് പിന്നെ ഗൂഗിൾ മാപ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചുറ്റേണ്ടി വരും. വലത് ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസ്, ബാഗ ബീച്ചിലേക്കൊക്കെ കാറുമായിട്ട് പോവുകയാണെങ്കിൽ ഈവനിങ് ടൈമിൽ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടൗണിലൊന്നും പാർക്കിംഗ് ഉണ്ടാവില്ല. ഇനി എങ്ങാനും നിങ്ങൾ റോഡ് സൈഡിൽ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ കാർ ടോ ചെയ്യും പോലീസ്. അപ്പോൾ പെയ്ഡ് പാർക്കിങ്ങിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. 300 രൂപയോളമാണ് അവിടെ 2 മണിക്കൂറിന് പാർക്കിംഗ് ചാർജ് മേടിക്കുന്നത്. ഇങ്ങനെ നിറയെ കോട്ടേജസാണ്. കോട്ടേജസ് പല ടൈപ്പുണ്ട്. ചില കോട്ടേജസ് 2 വീടായിരിക്കും, നടുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ചിലതാണെങ്കിൽ ഐസൊലേറ്റഡ് ആയിരിക്കും, അതായത് മീൻസ് ഇൻഡിവിജ്വൽ കോട്ടേജസ് ആയിരിക്കും. അവിടെ ഒരു ഫാമിലി അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 2 കോട്ടേജ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഇതാണ്, വുഡൻ കോട്ടേജസ് ആണ്. ഓരോ കോട്ടേജിനടുത്തും ഒരു സോളാർ വാട്ടർ ഹീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടാവും. ഈ വെള്ളം, നമ്മുടെ ഈ കനാലിലുള്ള വെള്ളമെല്ലാം നമ്മൾ മുന്നേ കണ്ട വാട്ടർ ബോഡിയിലേക്കാണ് പോകുന്നത്, ആ കായലിലേക്കാണ് പോകുന്നത്. കായലിലെ വെള്ളം ഉയരുകയാണെങ്കിൽ ഇവിടുത്തെ വെള്ളവും കൂടും. താമസിച്ച എല്ലാവരും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് വളരെ ഇവിടെ തന്നെ നമുക്കൊരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട്, ഏരിയയും ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അതും വളരെ ഫെയർ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ നമുക്ക് താമസിക്കാൻ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ മുയലിൻ്റെയും തവളയുടെയൊക്കെ ചെറിയ ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാം. രാത്രി ഈ ലൈറ്റ്സ് എല്ലാം ഓണാവും. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. നോർത്ത് ഗോവയിലാണ് ഈ റിസോർട്ടുള്ളത്. നോർത്ത് ഗോവയിൽ ഇതിനടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ബാഗ ബീച്ചുണ്ട്, കാലംഗൂട്ട് ബീച്ചുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു 8 കിലോമീറ്ററാണ് അഞ്ജുന ബീച്ച്. ഇതൊക്കെ അടുത്താണ്. പിന്നെ അഗ്വാഡ ഫോർട്ടുണ്ട്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുവാണെങ്കിൽ അഗ്വാഡ ഫോർട്ടിൽ പോയിട്ട് തിരിച്ച് റിസോർട്ടിൽ വരുമ്പോഴേക്കും ചെക്ക് ഇൻ ടൈം ആവും. അങ്ങനെ പ്ലാൻ ചെയ്യാം. പിന്നെ ഗോവയിലേക്ക് വരുമ്പോൾ ഒരു സൺഗ്ലാസും നിങ്ങൾ ക്യാപ്പും ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും. നല്ല വെയിലുള്ള സമയത്താണ് വരുന്നതെങ്കിൽ. അതെല്ലാം ഇവിടെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും.
ഞാനിപ്പോൾ ഈ നടന്ന് കവർ ചെയ്തത് ഒരു റോ മാത്രമാണ് നമ്മുടെ കോട്ടേജസിൻ്റെ. ഇതുപോലെ ഒരുപാട് റോസ് കോട്ടേജസ് ഇവിടെയുണ്ട്. വളരെ ദൂരത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പോലെയാണ്. വാഷ്റൂംസ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് ആദ്യമായിട്ട് അകത്തേക്ക് വരുമ്പോൾ ആ എൻട്രൻസിൻ്റെ ഒരു സ്ഥലത്ത് വശത്ത് തന്നെയായിട്ട് കോമൺ ആയിട്ടുള്ള വാഷ്റൂംസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നടന്ന റിസപ്ഷൻ അടുത്തേക്ക് എത്താറായി. വീണ്ടും റിസപ്ഷൻ ഏരിയയിലേക്കാണ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെ നമ്മൾ വെയിറ്റിങ്ങിന് നമുക്ക് ഇരിക്കാനും ശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതാണ് ആ ട്രോളീസ്. നമ്മൾ വരുമ്പം ലഗേജസ് ഇവിടുത്തെ സ്റ്റാഫ് തന്നെ വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്ത് ഇതിനകത്ത് വെച്ച് റൂമിൽ കൊണ്ടുവരും. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ഇവിടുന്ന് തന്നെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന സ്കൂട്ടറുകളാണ്. ഈ ഫാസിനും എല്ലാം ഒരു 500 രൂപയാണ് പെർ ഡേ വിത്തൗട്ട് ഫ്യൂവൽ. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല ഇവിടെ താമസിക്കുന്ന ആൾക്കാരായത് കാരണം. ഇത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി എപ്പോഴും അവൈലബിൾ ആണ്. വളരെ നല്ലൊരു റിസോർട്ടാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ. പിന്നെ ഇതിന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്, കൻഹ പ്യുവർ വെജ് ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ സാധാരണ ഫുഡെല്ലാം കടുകെണ്ണയിലുള്ള ഫുഡാണ്. മലയാളികൾക്ക് കേരളീയർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡ്, ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും. വളരെ നല്ല ഫുഡായിട്ട് തോന്നി. ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ മെനു ആൻഡ് പ്രൈസസ്. അതും വലിയ ഫെയർ ആയിട്ട് തോന്നി അവിടുത്തെ പ്രൈസ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.